അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് മക്കളെ, നമ്മുടെ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ എക്സാം നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പരീക്ഷയാണ്. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളൊക്കെ ദിവസവും പാരായണം ചെയ്യേണ്ടതും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, എന്നും പാരായണം നമ്മൾ ചെയ്യേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതുമായ ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതിന് സഹായകരമാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. താല്പര്യമുള്ള ഏതൊരാൾക്കും, കുട്ടികൾക്കെന്നല്ല മുതിർന്ന ഏതൊരാൾക്കും നമ്മുടെ ക്ലാസ് കൊണ്ട് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സുകളാണ്. ഏത് പ്രായമുള്ള ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി നമുക്ക് പാരായണം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ, 2ലെ കുട്ടികൾ അല്ലേ, നമ്മൾ സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബ മുതൽ അല്ലേ നമുക്ക് തുടങ്ങി നമുക്ക് എടുത്ത പാഠഭാഗങ്ങൾ വരെ ഏതായാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് എന്നുള്ളത് നമ്മുടെ ഓരോ മദ്രസയിലെ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള വിഷയമാണ് പറയുന്നത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3, 4 ഖുർആന് നമുക്ക് എടുത്ത പാഠഭാഗങ്ങൾ, നമുക്ക് ഉസ്താദുമാർ നിർദ്ദേശിച്ചു തന്ന ആ ഒരു പാഠഭാഗങ്ങൾ അവിടുന്ന് ഏത് ഭാഗത്തു നിന്നായാലും നമുക്ക് ചോദ്യം വരാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം 2-3 ആയത്തുകൾ നമ്മെ കൊണ്ട് ഓതിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹിഫ്ള് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രധാനമായും 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് തദ്രീബ് തിലാവ, അപ്പോൾ അതായിരിക്കും എഴുത്ത് പരീക്ഷയായിട്ട് വരിക. അപ്പോൾ അതിൽ നിന്ന് എടുത്ത പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, അക്ഷരങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. ചിലപ്പോൾ അക്ഷരങ്ങൾ എഴുതാനുണ്ടാവും, ചിലപ്പോൾ അക്ഷരങ്ങൾ ഏതാ നോക്കിയിട്ട് ജൗഫിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ ആ അക്ഷരത്തിന് ചിലപ്പോൾ ജൗഫിൻ്റെ അക്ഷരങ്ങളും അല്ലാത്തതുമായ അക്ഷരങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ടിക്കിടാനുണ്ടാവും. അതുപോലെ തന്നെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഹിഫ്ള് വരുന്നത് സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 സൂറത്ത് ഒക്കെ ഓതിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തുകൾ ഓതിപ്പിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മക്കളെ കൊണ്ട് എന്ത് ചെയ്യുക, ഓരോ സൂറത്തുകളും ആദ്യം പൂർണ്ണമായിട്ടും ഓതിപ്പിക്കുക. അതിനുശേഷം ഒരു ആയത്ത്, ഇപ്പോൾ ഫാത്തിഹയുടെ മാലികി യൗമിദ്ദീൻ എന്ന് ഓതി കൊടുക്കുക, അതിൻ്റെ ബാക്കി ഓതാൻ വേണ്ടി പറയാം. രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിൻ ശർരി മാ ഖലഖ് അത് ജസ്റ്റ് ഒന്ന് ഓതി കൊടുക്കുക. മിക്കവാറും ഓരോ സൂറത്തുകളായിരിക്കും ചോദിക്കുക. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഭാഗം നിന്നിട്ട് ആ ഭാഗത്തിൻ്റെ ബാക്കി ഒരായത്ത് നിന്നിട്ട് അതിൻ്റെ ബാക്കി ഓതാൻ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിന് ആ ഒരു രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പരിശീലനം കൊടുക്കുക. ഇപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് ഓതിയിട്ട് ബാക്കി ഓതാൻ പറഞ്ഞ കുട്ടികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓതും. പക്ഷേ ഇടയിൽ നിന്ന് ആകുമ്പോൾ അത് ചിലപ്പം ഓതിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പരിശീലനം കൊടുക്കുക. 2ാം ക്ലാസ്സിലെ കുട്ടികൾ അതുപോലെ തന്നെ സൂറത്തുൻ നബ മുതലാണ് നമുക്ക് എന്ത് ചെയ്യുക, വിഷയം പറഞ്ഞതിന് ശേഷം ഓരോ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓതിയിട്ട്
ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. 2ാം ക്ലാസ് അതുപോലെ തന്നെ 3, 4 തദ്രീബ് തിലാവ ഉണ്ടാകും. പിന്നെ 5ാം ക്ലാസ് മുതൽ ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് സാധാരണ ഫിഖ് പോലെ ദുറൂസ് പോലെ ഓരോരുത്തർക്കും പിന്നെ പേപ്പർ ഉണ്ടായിരിക്കും. പേപ്പറിൽ വ്യത്യസ്തമായ ചിലപ്പോൾ ആയത്തുകളായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആയത്തുകളായിരിക്കും ഓതാനുണ്ടാവുക. അപ്പോൾ ആ പേപ്പറിലുള്ള ഭാഗങ്ങൾ അഥവാ നമുക്ക് നിർദ്ദേശിച്ച പാഠഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും 1-2 ആയത്തുകളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാകും, അത് ഓതിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 5ാം ക്ലാസ് മുതലുള്ള വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. 5ാം ക്ലാസ് മുതൽ ഹിഫ്ളിൽ നാം ഈ വർഷം പഠിച്ചതും കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഫിഖ്ഹിലൊക്കെ പഠിച്ച ദിക്റുകൾ ദുആകളൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 80, 85, 90% നമുക്ക് ഈ വർഷം എടുത്തത് തന്നെയായിരിക്കും. അതിൻ്റെ ബാക്കി ശതമാനം കുറഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച. ഉദാഹരണത്തിന് 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 5ാം ക്ലാസ്, 4ാം ക്ലാസ് തുടങ്ങിയ നാം മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഫിഖ്ഹിലെ പിന്നെ ദിക്റുകൾ ദുആകൾ, ഉദാഹരണത്തിന് ഖലായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്ർ, അല്ലെങ്കിൽ പിന്നെ ഖലായിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്ർ, അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ദിക്റുകളും ദുആകളൊക്കെ എന്ത് ചെയ്യും ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ചതാണ്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മൾ നിത്യവും പരീക്ഷയ്ക്ക് മാത്രമല്ല എല്ലാ സമയത്തും നമ്മളത് പതിവായി കൊണ്ട് നടക്കാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം ഭാഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2ാം ക്ലാസ് ആണ് ഓതുന്നതെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് കൂട്ടി വായന, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിവിൻ്റെ പരമാവധി പിന്നെ നീട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കൾ ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തു നബ ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ സൂറത്തൊക്കെ ചോദിക്കാം, അബസയാകാം, അല്ലേ, ഇത ശംസ് കുവ്വിറത്താകാം, ഏതായാലും വേണ്ടിയില്ല, വന്നാസിയാത്തി ആകാം. ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇവിടെ അഊദും ബിസ്മിക്ക് ഓതുമ്പോൾ നന്നായിട്ട് സാവകാശം, ഏത് ക്ലാസ് ആയാലും വളരെ സാവകാശം, പരമാവധി ശബ്ദത്തിൽ, ഭയങ്കര ഓവർ സൗണ്ട് എന്നല്ല, ഒരു എല്ലാവർക്കും കേൾക്കാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉസ്താദിനെങ്കിലും കേൾക്കാവുന്ന രൂപത്തിൽ നല്ല പരമാവധി ശൈലി കൂട്ടാനുള്ള ഒരു മാർഗങ്ങളാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ക്ലാസ് ഉപകരിക്കുമോ ഇല്ലേ എന്നുള്ളത് ക്ലാസ് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്ലാസ്സിൽ വിഷയങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കും. പഠിക്കേണ്ട ആവശ്യമില്ല, ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകളാണ്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക്. അപ്പോൾ സൂറത്തു നബ മക്കളൊക്കെ ഓതുകയാണെങ്കിൽ, മക്കളെ നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതണം, എല്ലാ പരീക്ഷകളും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ, അല്ലേ. സൂറത്തു നബ ആണ് ഓതുന്നതെങ്കിൽ അഊദും ബിസ്മിയൊക്കെ നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കുക. ശബ്ദമുള്ള മീമ്, നൂന് ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം മണിക്കുക. കൂടുതൽ മണിക്കണം എന്നല്ല പറഞ്ഞത്, മണിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറയാം. ഉദാഹരണത്തിന് അമ്മ യതസാഅലൂൻ, അമ്മ യതസാഅലൂൻ, ശബ്ദമുള്ള മീമോടെ മണിച്ച് കണ്ടില്ലേ. അങ്ങനെ പറയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അമ്മ യതസാഅലൂൻ. അടുത്ത് അനിൻ
നബഇൽ അളീം. മക്കളെ ഒന്ന് ഓതി നോക്കി, ഉമ്മാക്കൊന്ന് ഓതി കൊടുക്കുക. നല്ല ഉഷാറായിട്ട് ആ നീട്ടാനുള്ളൊക്കെ ഒന്ന് നീട്ടുക. الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. അക്ഷരങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. വളരെ കൂടുതൽ വിഷയങ്ങളൊന്നും നോക്കില്ല, നമ്മൾ 2ാം ക്ലാസ്സിലെ മക്കളാണ്. എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അലം നജ്അലിൽ കൂട്ടി വായിക്കുക. എങ്ങനെ വായിക്കുക? ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ നേരെ കൂട്ടി വായിക്കുക. അലം നജ്അലിൽ അർള മിഹാദ. ഇങ്ങനെ എന്ത് ചെയ്യുക? വളരെ സാവകാശം ശബ്ദമുള്ള മീമ് നൂന് നീട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ നീട്ടിയിട്ട് വളരെ സാവകാശം മക്കളെ ഓതി കൊടുക്കണം. നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കണം. കൂട്ടി വായന എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ആയത്തുകളാണല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? നിർത്താതെ തന്നെ ഓതി കൊടുക്കുക. കല്ല സയലമൂൻ ഇങ്ങനെ ഓതി കൊടുക്കരുത്, നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കുക. ഇനി കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? നിർത്തിയിട്ട് ഓതുക. കല്ല സയലമൂൻ അറിയുന്ന രൂപത്തിലെങ്കിലും ഓതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി തീരെ അറിയില്ല, അക്ഷരങ്ങൾ അറിയും എങ്കിൽ എന്ത് ചെയ്യുക? ഉള്ളതുപോലെ എന്ത് ചെയ്യുക? കല്ല സയ 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 ല സയലമു സയലമൂന സയലമൂൻ ഇങ്ങനെയെങ്കിലും ഓതി കൊടുക്കണം. ഓതി കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? കമൻറ്റിലായിട്ടൊക്കെ വന്നിട്ട് അറിയിക്കുക. കഴിഞ്ഞ പരീക്ഷ നമ്മൾ നോക്കണ്ട, ഇനി വരാനുള്ള പരീക്ഷകൾ എന്ത് ചെയ്യുക? ഓരോ നോക്കുക. നമ്മളിപ്പോൾ എഴുതിയ പരീക്ഷ എങ്ങനെ ഉണ്ട് എന്നുള്ള പേപ്പർ പോയിട്ട് എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇനി വരാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷൻ്റെ പേപ്പർ ഏതായാലും നമുക്ക് കിട്ടും, ഉസ്താദ് തരും. അപ്പോൾ എന്ത് ചെയ്യുക? ഇനിയുള്ളത് വിഷയങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ പിന്നെ ആകാംക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു നല്ല എഴുതിയ കുട്ടികൾക്ക് നല്ല ആവേശം ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആകാംക്ഷ നഷ്ടപ്പെടാൻ ഇല്ലേ, നമ്മൾ സർപ്രൈസ് എന്നൊക്കെ പറയല്ലോ, ആ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോഴുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു സന്തോഷം അല്ലേ? പഠിച്ച് എഴുതിയ ആളുകൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക സൂറത്താണ്, സൂറത്തുൽ മുൽക്കാണ്. ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യുക? 2ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം 3ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ ഒന്നുകൂടി അക്ഷരങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കണം. കൂട്ടി വായന തബാറകല്ലദീ, തബാറക അല്ലദീ ഇങ്ങനെ ഓതി കൊടുക്കരുത്. കുറച്ചൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. തീരെ ഖുർആൻ ഓതാൻ അക്ഷരങ്ങളൊക്കെ അറിയുന്ന ഏത് കുട്ടികൾക്കും നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ കഴിയും. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. പിന്നെ പല കാരണങ്ങളെ കൊണ്ടും ബേസിക്കായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മദ്രസയിൽ പോകാത്ത കാരണങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ മുതിർന്ന ആളുകളെ പോലെ ആകൂല. പെട്ടെന്ന് മനസ്സിലായാൽ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. പിന്നീട് ഇങ്ങനെ ചില കുട്ടികൾക്ക് എങ്ങനെയാണ് പിന്നെ വയസ്സ് കൂടുന്തോറും ചിലപ്പം ഇങ്ങനെ മാറി മാറി വരലാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിക്കോളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അതിനാണ് നമ്മൾ മുതിർന്ന ആളുകൾക്ക് ക്ലാസ് വെക്കുന്നത്. മുതിർന്ന ആളുകൾ ക്ലാസ് മനസ്സിലാക്കുകയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് ഒരു ധാരണ നമ്മൾ ശരിയാണ്, ആ ശരി ചിലപ്പം തെറ്റാണെങ്കിൽ ആ തെറ്റായിരിക്കും ഒരു പക്ഷേ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വലിയ തെറ്റുകളിലേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ തബാറകല്ലദീ ബിയദിഹിൽ അവിടെ ഹംസത്തുൽ വസിലുണ്ട്, അത് ചേർത്തി വായിക്കുമ്പോൾ അത് ബിയദിഹി അൽ മുൽക്കു എന്ന് വായിക്കൂല. ഇത് നമുക്ക് പരിചയമുള്ള സൂറത്ത്, അല്ലെങ്കിൽ എപ്പോഴും ഓതി പരിചയമുള്ള അല്ലെങ്കിൽ തുടക്കമായതുകൊണ്ട് നമ്മളെപ്പോഴും കൂടുതൽ പിന്നെ ഓതുന്ന സൂറത്താണ്.
അപ്പോൾ അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തബാറക അല്ലദീ ബിയദിഹി അൽ മുൽക്കു എന്ന് പറഞ്ഞ് ഓതാൻ സാധ്യത ഉണ്ട്. ഏതായാലും 90% കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഓതുന്നത്. എന്നാൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുക. കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമ് സുക്കൂനോട് കൂടി പറയാം. തബാറക്കൽ, ലാമിന് സുക്കൂൻ ഉണ്ടായില്ല, അപ്പോൾ പിന്നെ തബാറക്കൽ എന്ന് പറയണ്ട. തബാറക്കല്ലദീ ബിയദിഹിൽ, ഇവിടെ ലാമിന് സുക്കൂൻ ഉണ്ട്. കൂട്ടി വായിക്കുമ്പോൾ 3-ാം ക്ലാസ് മാത്രമല്ല കേട്ടോ, എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ ഖദീർ എന്ന് പറയാറുത്. ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഖലഖൽ മൗത വൽ വാൽ നോക്കരുത്, വൽ ഹയാത. കാരണം ഹംസത്തുൽ വസ്ൽ കൂട്ടി വായിക്കുമ്പോൾ ചരിക്കൂല. വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഇവിടെ നിർത്തിയ രൂപം കണ്ടില്ലേ? അമല, അമലൻ എന്നാണുള്ളത്. തെൻവീൻ ഫത്ഹാണ്. തെൻവീൻ ഫത്ഹനെ നിർത്തേണ്ടത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അമലൻ എന്ന് പറയരുത്. തെൻവീൻ ഫത്ഹനെ നിർത്തേണ്ടത് നീട്ടിയിട്ടാണ്. അമല വഹുവൽ അസീസുൽ ഗഫൂർ. അവിടെ ഗഫൂറു എന്നാണുള്ളത്. നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് ചെയ്യേണ്ടത്. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. പിന്നെ തെൻവീൻ ഫത്ത് ആണെങ്കിലും നീട്ടുക. ബാക്കിയുള്ള നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. തെൻവീൻ ഫത്ത് ആണെങ്കിലും നീട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സുക്കൂനാണ് കൊടുക്കേണ്ടത്. ഗഫൂർ എന്നുള്ള ഗഫൂർ. ഇനി സൂറത്തുൽ ഫുർഖാനാണ് അല്ലേ? ഏകദേശം 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സൂറത്തുൽ ഫുർഖാൻ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഏകദേശം ഒരു രൂപം പറയാണ്. ഓതുമ്പോൾ അഊദു ബിസ്മിക് ഓതി കൊടുക്കണം. അവസാനം നിർത്തുമ്പോൾ നീളം സദഖല്ലാഹ് എന്നെങ്കിലും ചുരുങ്ങിയത് പറയാം. സദഖല്ലാഹ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അവിടെ നിർത്തിയാൽ ഹായിന് സുക്കൂൻ കൊടുക്കുക. അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീർ എന്ന് പറയില്ല. കാരണം തൻവീൻ ഫത്ഹാണ് വന്നിട്ടുള്ളത്. നിർത്തേണ്ടത് നദീറാ. മനസ്സിലായില്ലേ? അല്ലദീ ലഹു അവിടെ നീട്ടാനുണ്ട്, അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഓതുന്ന മുസാഫ് അല്ലേ, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആ രൂപത്തിലുള്ള മുസാഫുകളാണ്. വളരെ എല്ലാവിധ ചിഹ്നങ്ങളും അതിലുണ്ട്. നോക്കിയിട്ട് നമുക്കിങ്ങനെ ഓതി വളരെ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ തന്നെ പാരായണം ചെയ്യാൻ കഴിയും. ലഹു മുൽക്കുൽ എന്ന് പറയുന്നത് ലാമിന് സുക്കൂനുണ്ടോ ഇല്ല. അതിൻ്റെ ഇടയിൽ കൂ കഴിഞ്ഞിട്ട് മുൽക്കു കഴിഞ്ഞിട്ട് ഒരു അലീഫ് അല്ലെ, ഹംസത്തുൽ വസ്ലാണ്. അത് ചേർത്തി വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ പറയുകയില്ല. പിന്നെയുള്ളത് ലാമാണ്. ലാമിന് എന്തില്ല? സുക്കൂനില്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ മുൽക്കുൽ എന്ന് പറയുന്നു. ഇവിടെ ലാമിന് സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് ലാമും ഒഴിവാക്കി. പിന്നെയുള്ളത് സ എന്നുള്ളതാണ്. അവിടെ കട്ടി കൊടുത്തിട്ട് മുൽക്കുസ്സമാവാതി. അവിടെ വാവിന് അലിഫുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പറയേണ്ടത് ഒരുപോലെയാണ്. ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീക്. ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ ഓതി പോവുക. ഓരോ ക്ലാസ്സിനും ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം എല്ലാ ക്ലാസ്സിനും ഉപകരിക്കുന്ന വിഷയങ്ങൾ പറയാം. ഇനി അടുത്ത് സൂറത്തുൽ അംഫാൽ ഓതുകയാണെങ്കിൽ ഏകദേശം 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവിടെ നിന്നായിരിക്കും. യസ്അലൂനക അനിൽ ആ എന്ന് പറയുന്നത് ഐനാണ്. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. അനിൽ അംഫാൽ. 5-ാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ നൂനിൻ്റെ നിയമങ്ങൾ മീമിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നൂനിൻ്റെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഇങ്ങനെ വരണം അല്ലേ? നൂനിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്? നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഇവിടെ അൻഫാൽ എന്നതിന് ശേഷം നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ഫ ആണ്. ഫ എന്തിൽപ്പെട്ട അക്ഷരമാണ്? ഇഖ്ഫായിൽപ്പെട്ട അക്ഷരമാണ്. ഇഖ്ഫായിൽപ്പെട്ട അക്ഷരം എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ ആ ചാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. ചാർട്ട് നോക്കുക. ചാർട്ടിലേക്കൊന്ന് നോക്കി അവിടെ
നൂനിൻ്റെ ശേഷം ഫ വന്നാൽ ഇഖ്ഫ ആണ്. ഉദാഹരണത്തിന് നൂനിൻ്റെ ശേഷം ബ, ഇവിടെ ഫ ആണ്, ഫാവിൻ്റെ സ്ഥാനത്ത് ബ ആണെങ്കിൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കേണ്ട സ്ഥലമാണ് ബ അല്ലേ. അൻബ അൻബ എന്നാണെങ്കിൽ അംബ അംബ എന്ന് നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക. അൻ എന്നതിന് പകരം അംബ. നൂനിൻ്റെ ശേഷം ലാമോ റ ആണെങ്കിൽ അറ അല്ല അല്ല അറ എന്നാണ് പറയേണ്ടത്. നൂന് ഉച്ചരിക്കൂല. നൂനിൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട നൂന് വാവ് മീമ് എന്നീ അക്ഷരമാണെങ്കിൽ നേരെ അയ്യ പോരാ, അയ്യ മണിക്ക. അമ്മ അൻമ എന്നാണെങ്കിൽ അമ്മ. അൻ വാണെങ്കിൽ ഔവ. യ ആണെങ്കിൽ അയ്യ. മനസ്സിലായില്ലേ? നൗമി ആണെങ്കിൽ നൂന് വാവ് മിമി ആണെങ്കിൽ. ഇനി ഹംസ ഹംസ എന്ന് പറഞ്ഞാൽ അ ഇ ഉ, ഇതാണ് ഹംസ. അലിഫ് എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ളതാണ്. അതിൻ്റെ മുകളിൽ പിന്നെ ഫത്ത് ഇട്ട പിന്നെ ഹംസയായിട്ട് മാറി അ ഇ ഉ. ഹംസ ഹ ഹ ഖ ഐൻ ഗൈൻ ഈ 6 അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ അൻ അ അൻ അ അൻ റ അൻ ഹ അൻ ഹ ല്ലേ. അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരം 6 അക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും അവിടെ ഇൽഹാർ ചെയ്യേണ്ടത് അൻഹ. അവിടെ നൂന് വ്യക്തമാക്കി പറയണം. ഇനി ബാക്കിയുള്ള 15 അക്ഷരം ഏതക്ഷരം വന്നാലും ഇഖ്ഫ ആണ് ചെയ്യുന്നത്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാതെ എന്നാൽ വ്യക്തമാക്കുകയും ചെയ്യാതെ രണ്ടിൻ്റെ ഇടയിലായിട്ട്. അൻഫാൽ എന്ന് പറയുന്നത് അഫാൽ എന്ന് ഒഴിവാക്കിയിട്ടും പറയുന്നത് അൻഫാലി ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ്. ഫത്തഖൂ എന്നാണുള്ളത്. അവിടെ കണ്ടില്ലേ ഫത്തഖൂ. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ നീട്ടുകയില്ല. ഫത്തഖൂല്ല എന്ന് വായിക്കൂല. ഷദ്ദോ സുക്കൂന വന്നാൽ നീട്ടുകയില്ല. അവിടെ ഉദാഹരണത്തിന് ലാമിന് സുക്കൂനാണെങ്കിൽ അവിടെ ലാമ് അവിടെ ഒരു ശേഷമുള്ള ഫത്തഖൂൽ എന്നാണുള്ളതെങ്കിൽ ഫത്തഖൂൽ എന്ന് വായിക്കൂല. ഫത്തഖുൽ. ലാമിന് ഷദ്ദ ആയതുകൊണ്ട് ഫത്തഖുല്ലാഹ. ഫത്തഖൂ എന്ന് വായിക്കൂല. ഫത്തഖൂ എന്നുണ്ട്. അവിടെ നിർത്തുമ്പോൾ അവിടെ എങ്ങനെ ഓതേണ്ടത്? ലില്ലാഹി വറസൂലി ഫത്തഖൂ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ശേഷമുള്ളത് ഷദ്ദോ സുക്കൂനാണെങ്കിൽ, ശേഷം പറയുന്ന അക്ഷരം ഷദ്ദോ സുക്കൂനാണെങ്കിൽ പിന്നെ അവിടെ നീട്ടുകയില്ല. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും ഇവിടെ നീട്ടേണ്ടതുണ്ട്. കാരണം വഅസ്ലിഹു എന്നതിന് ശേഷമുള്ളത് ആലിഫ് നമ്മൾ ഉച്ചരിക്കണില്ല. ആലിഫിന്റെ മുകളിൽ എന്തുണ്ട്? 0 മാർക്കുണ്ട്. ആ 0 മാർക്കുള്ളത് ഒഴിവാക്കി. പിന്നീട് ദ എന്നുള്ളതാണ്. സുക്കൂനല്ല ശബ്ദമല്ല. അപ്പൊ പിന്നെ അവിടെ നീട്ടണം. വഅസ്ലിഹു ദാത ബൈനിക്കും ഇങ്ങനെ ഓതി. ഇനി അടുത്ത സൂറത്തുൽ ബഖറയാണ് ഓതുന്നതെങ്കിൽ അലിഫ് ലാം മീം. ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പദങ്ങൾ എങ്ങാനും ഓതാൻ വേണ്ടി വന്നാൽ അതിലുള്ള അക്ഷരം ഏതാണോ ഒന്ന് അലിഫാണ്, പിന്നെ ലാമാണ്, മീമാണ്. അലിഫ് അതുപോലെ പറയുക, ലാമും അതുപോലെ പറഞ്ഞാൽ മാത്രം പോരാ. അവിടെ മുകളിൽ മദ്ദുണ്ട്. അതെന്ത് ചെയ്യണം? 6 ഹർക്കത്ത് 3 അലിഫിന്റെ ഖദർ നിർബന്ധമായിട്ട് നീട്ടണം. അലിഫ് ലാം. അവിടെ എന്ന് പറഞ്ഞപ്പോൾ മീമാണ്, സുക്കൂനുള്ള മീമാണ്. മീമിന്റെ ശേഷം പിന്നെയുള്ളത് മീമാണ്. ലാം മീം ല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? മീമും കൂടി കൂട്ടുമ്പോൾ ഒറ്റ മീമാവും. അലിഫ് ലാം മീം. മീം ചുണ്ട് പൂട്ടിയിട്ടാണ് പറയേണ്ടത്. മീന് എന്നല്ല, മീമ് മീം. അപ്പം ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഓതേണ്ടത് അതിന് പ്രത്യേകമായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതുപോലെ പറയുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇഖ്ഫായിൻ്റെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഉദാഹരണത്തിന് യാസീൻ, യാസീൻ യാ എന്നുള്ളത് ചെറിയൊരു അലിഫാണ്. അപ്പോൾ ചെറിയ നീട്ടൽ മതി. സി എന്നുള്ളതാണ് നീട്ടേണ്ടത്. അവിടെ എന്താണ്? അവിടെ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാകും. അതുകൊണ്ട് ആ അക്ഷരം അതുപോലെ പറയാം. യാ എന്നുള്ളത് യാ എന്ന് പറയണ്ട. യാ തോ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ അവിടെ എന്ന് പറയാതെ പറഞ്ഞാൽ മതി. തോ യാ എന്ന് പറയാതെ തോ തോ ഹ. കണ്ടേ അവിടെ രണ്ടും ഹ എന്ന് പറഞ്ഞത്, തോ എന്ന് പറഞ്ഞത്
തോ ഇല്ലേ, ഹ എന്ന് പറയണ്ട. ത്വാഹ. യാ എന്ന് പറയണ്ട. യാ യാസീൻ എന്നൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ പിന്നെ നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി അപ്പോൾ ആ അക്ഷരങ്ങൾ ഓതേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലി തൻവീനിൻ്റെ ശേഷം ലാമ റ വന്നാൽ വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞു. നൂനിൻ്റെ ശേഷമുള്ള നൂനിൻ്റെ അതേ നിയമങ്ങളാണ് തൻവീനിൻ്റെയും. അപ്പോൾ ഹുദൻ ലി എന്ന് പറയുന്നത് ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന. ഈ അലിഫും ലാമും വന്നാൽ പിന്നെ അവിടെ ആ എന്ന വായിക്കേണ്ടത്. വേറൊരു സ്ഥലത്തും ആന്ന് വരില്ല. ഈ ഹംസത്തുൽ വസ്ലിന്റെ തുടക്കത്തിൽ വന്നാൽ അവിടെ ആ എന്ന് വായിക്കണമെങ്കിൽ വായിക്കണമെങ്കിൽ അലിഫും ലാമും ഉള്ള സ്ഥലത്ത് ആന്ന് വായിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈന്നോ അല്ലെങ്കിൽ ഊന്നോ വായിക്കുക. അലിഫും ലാമും ഉണ്ടെങ്കിൽ ആ, അല്ലെങ്കിൽ ഈന്നോ ഊന്നോ വായിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇവിടെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യാം. തൊട്ടുമുമ്പ് ലീനിൻ്റെ അക്ഷരമായ യാ ഉണ്ട്. ലീനിൻ്റെ അക്ഷരം യാ വാവ് ഇങ്ങനെയുള്ള പദം. ഗൈബ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ടുമുമ്പ് യാന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്ഹ ആണെങ്കിൽ അവിടെ നിർത്തുമ്പോൾ മദ് ലീൻ വരും. ഗൈബ്. നേരെ മറിച്ച് വയുഖീമൂൻ അവിടെ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ടുമുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ മദ് ആരിലാണ് വരുന്നത്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. അതിന് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ, നീട്ടാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വയുഖീമൂൻ പറഞ്ഞ പോലെ സ്വലാത്ത എന്നുള്ളത് അവിടെ താ സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഇനി സൂറത്ത് റൂം എടുക്കുകയാണെങ്കിൽ അല്ലേ, അടുത്ത ക്ലാസ്സിന് ഏകദേശം ക്ലാസ്സിന് സൂറത്ത് റൂം മുതലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും വേണ്ടില്ല. അലിഫ് ലാം മീം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ പോയാൽ പോരാ. മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ നല്ല രൂപത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. മാർക്ക് സ്കോർ ചെയ്യുക മാത്രമല്ല, എന്നും ഓർമ്മയിലുണ്ടാകണം. ഓതുമ്പോൾ വളരെ സാവകാശം തന്നെ ഓതിക്കൊടുക്കുക. എപ്പോഴും ഓതുക. റൂമു എന്നുള്ളത് നിർത്തിയപ്പോൾ മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അവിടെ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അവിടെ നീട്ടേണ്ട. അതിന് സുക്കൂൻ ചെയ്തു, തൊട്ടുമ്പ് നീട്ടാനൊന്നുമില്ല. അവിടെ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തണം എന്നല്ല പറഞ്ഞത്, നിർത്തേണ്ട രൂപങ്ങളാണ് പറയുന്നത്. വലിയ ആയത്തുകളാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ നിർത്തേണ്ടി വരും. ആ നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. في أدنى الأرض وهم من بعد غلبهم سيغلبون. മിൻ ബാദി എന്നുള്ളത് നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് നൂനിൻ്റെ സ്ഥാനത്ത് മീമ് വരണം. മിൻ ബാദ് ഫീ അദ്നൽ അർദ്. അവിടെ മദ്ദുണ്ട്. മദ്ദുകളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നീട്ടാനുള്ളത് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമ്മുടെ ഓത്ത് മനോഹരമാകും. ഇനി സൂറത്ത് യൂനുസ് എടുക്കുകയാണെങ്കിൽ അലിഫ് നേരത്തെ പറഞ്ഞു. അലിഫ് ലാമ് റോ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ റോ എന്ന് പറയണ്ട, റോ. അലിഫ് ലാമ് എന്നുള്ളത് അതുപോലെ തന്നെ പറയാം. അതിന് മേലെ എന്തുണ്ട്, മദ്ദിന്റെ ചിഹ്നമുണ്ട്, നീട്ടുകയും ചെയ്യാം. അലിഫ് ലാം റോ ലാം റോ തിൽക ആയാതുൽ കിതാബിൽ ഹകീം. അവിടെ മീമിന് ഹക്കീമി എന്നുള്ളത് സുക്കൂൻ ചെയ്തു, നിർത്തിയപ്പോൾ മീമിന് സുക്കൂൻ ചെയ്തു, തൊട്ടുമുമ്പ് നീട്ടാനുണ്ട്. മദ് ആരിൽ വരുന്നുണ്ട്. അകാന ലിന്നാസി അജബ. അവിടെ നിർത്തിയപ്പോൾ അജബ അജബൻ എന്നാണുള്ളത്. അവിടെ നിർത്തിയപ്പോൾ തൻവീൻ ഫത്തിന് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും. അൻ വ്യക്തമാക്കാനുള്ള കാരണം, വ്യക്തമാക്കാൻ നൂന് സുക്കൂന്റെ ചിഹ്നമുണ്ട്. ചിഹ്നമുള്ളതൊക്കെ വ്യക്തമാക്കാനുള്ളതാണ്. സുക്കൂന്റെ ചിഹ്നമുള്ളതൊക്കെ വ്യക്തമാക്കാനാണ്. കാരണം എന്താ, ശേഷമുള്ളത് ഹംസ ആയതുകൊണ്ട്
നേരത്തെ പറഞ്ഞു ഹംസ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. ഹംസ ഇത് ശേഷമുള്ളത് അലിഫല്ല ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ഫത്ഹ കസ്റ ഉമ്മ ഉണ്ടെങ്കിൽ അത് പിന്നെ ഹംസയായിട്ട് മാറി. ഒന്നുമില്ലാത്ത നീട്ടാനുള്ളതാണ് അലിഫ് എന്നുള്ളത്. ഉദാഹരണത്തിന് അകാന എന്ന് കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അതാണ് അലിഫ്. അകാനിൻ്റെ അവിടെ നീട്ടാൻ വന്നുള്ള ഇതാണ് അലിഫ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മീമിൻ്റെ നിയമങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകും. മീമിൻ്റെ ശേഷം മീം, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ രണ്ടും കൂടി മിക്സ് ആക്കി ഒരു മീമാക്കി പറയാം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. അംബ. ബാക്കിയുള്ള ഏത് മീം, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും മീമൊക്കെ വ്യക്തമാക്കി തന്നെ പറയുക. അക്ഷരങ്ങളൊക്കെ വളരെ ശുദ്ധിയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാം. ഇതൊന്നും ഇപ്പോൾ എല്ലാം കൂടി പിന്നെ എല്ലാ ക്ലാസ്സിനും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ അല്പം കൂടി നീണ്ടുപോയത്. പിന്നെ എല്ലാവർക്കും കൂടി പിന്നെ എല്ലാ വിഷയങ്ങളും പറയാൻ പറ്റിയ ഒരു സമയം അല്ലാത്തത് കൊണ്ടാണ്. അത് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ഉൾപ്പെടുത്താനും കഴിയില്ല. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ ഫാത്തിഹ മുതൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലാസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം, വാട്സപ്പിൽ ചോദിക്കാം. പരീക്ഷ നമുക്ക് എളുപ്പമാക്കണം. പരീക്ഷ എളുപ്പമാകുന്നതിന് കൂടെ ഖുർആൻ ഓതാനുള്ള താല്പര്യം കൂടി നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മക്കളാണ്, മക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിങ്ങനെ പിന്നെ വയന്ന് നടന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് നമുക്ക്, കാരണം ഒരുപാട് നമ്മുടെ പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാർ, ഉപ്പമാർ, ഉമ്മമാരൊക്കെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും അറിയുന്നവരാണ് എങ്കിൽ പോലും പലരും പിന്നെ പറഞ്ഞ വിഷയങ്ങൾ പിന്നെ നമ്മൾ കുറഞ്ഞ കാലെങ്കിലും ഓതാതെ അങ്ങനെ വിട്ടുപോയത് കൊണ്ട് തമ്മിൽ നിന്നൊക്കെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കാർക്കും തന്നെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഇരു ലോകവും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഖുർആൻ കൊണ്ട് നമുക്ക് വിജയിക്കണം. ഖുർആൻ കൊണ്ട് ഇരു ലോകത്തും നമുക്ക് ഉപകാരം ഉണ്ടാകണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നമായിരിക്കും നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് പഠിക്കുക എന്നുള്ളത്. അത് ഏത് പഠനമായാലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മതപഠനത്തിന് വേണ്ടിയാണ്, പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം എന്ന് മാത്രമല്ല, ദിക്റായാലും സ്വലാത്തായാലും അത്തഹിയാത്തായാലും നിസ്കാരത്തിലെ പ്രത്യേകമായിട്ടുള്ള ഓരോ ദിക്റുകളും ദുആകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ചൊല്ലുമ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടർന്നും കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സുകളൊക്കെ പിന്നെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകരിക്കുമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നാഫിയായ ഇൽമ് നമുക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ പഠിക്കുന്നവരാണ്, ഞാനടക്കമുള്ള ആളുകളൊക്കെ പഠിക്കുന്നവരാണ്. ഇനിയും കൂടുതലായിട്ട് പഠിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമ്മളൊക്കെ ഓതുന്നതിനൊക്കെ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനൊക്കെ മിസ്ൽ സവാബ് നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.